സംസ്ഥാനത്ത് എൻ.ഡി.എ ബി.ജെ.പി പ്രതീക്ഷയർപ്പിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടമാണ്. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി.ജെ.പി നേതാവുമായ വി മുരളീധരൻ പ്രചാരണ രംഗത്ത് വളരെ സജീവമായി മുന്നിട്ട് നിൽക്കുകയാണ്. വി മുരളീധരനെ കഴക്കൂട്ടത്ത് തന്നെ ഇറക്കിയതിനു പിന്നിൽ ബി.ജെ.പിക്ക് വിജയത്തിൽ കുറഞ്ഞ ലക്ഷ്യങ്ങളൊന്നുമില്ല. കോൺഗ്രസ് നേതാവ് എം.എ. വാഹിദ് ജയിച്ച 2011 തെരഞ്ഞെടുപ്പിൽ അന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥിയായത് ജെ.ആർ. പത്മകുമാർ ആയിരുന്നു. അദ്ദേഹം 7508 വോട്ടുകളാണ് 2011 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കായി സമാഹരിച്ചത്. എന്നാൽ ഈ ചിത്രം അക്ഷരാർത്ഥത്തിൽ മാറ്റിയതാണ് വി മുരളീധരന്റെ 2016 സാന്നിധ്യം. 2016 ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി മുരളീധരൻ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 47,732 വോട്ടായി ഉയർത്തി. 25% വർധനവാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിലുണ്ടായത്. അത്തരത്തിലുള്ള ഒരു വോട്ട് വിഹിത വർധന 2021 മത്സരിച്ച ബി.ജെ.പിയുടെ ക്രൗഡ് പുള്ളർ കൂടിയായ ശോഭാ സുരേന്ദ്രന് പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന് 40,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തിന്റെ IT ഹബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മണ്ഡലത്തിൽ കുടിയേറിയ അർബൻ വോട്ട് ബാങ്കുകൾ ടെക്കികളും മറ്റുള്ളവരും ഏത് രീതിയിലായിരിക്കും അവർ വികസനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേടിയ വിജയവും വി മുരളീധരന്റെ പ്രതീക്ഷകൾക്ക് ശക്തി കൂട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നുള്ള ചോദ്യമാണ് കഴക്കൂട്ടത്ത് എൻ.ഡി.എ ചോദിക്കുന്നത്. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ സത്വ ആയുർവേദിക്.